യൂട്യൂബേഴ്സ് വഴി ബ്രാൻഡുകൾ പ്രചരിപ്പിച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഷാമ്പു നിങ്ങൾ വാങ്ങരുത്, വാങ്ങിയാൽ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നിങ്ങൾ കഷ്ടത്തിലാകും, ഈ ക്രീം നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്, ചർമ്മം 24 മണിക്കൂറും തിളങ്ങുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നിങ്ങനെ ഒരു തലതിരിഞ്ഞൊരു പരസ്യം. ഇപ്പോഴിതാ ബ്രാൻഡുകൾ അതുപോലെ തന്നെ സർക്കാസമുള്ള മറ്റൊരു ട്രെൻഡുമായി ഇറങ്ങിയിരിക്കുകയാണ്. സോറി ട്രെൻഡ് എന്നാണ് അതിൻ്റെ പേര്. കൂടുതൽ നന്നായി പോയതിന് ക്ഷമിക്കണം സാറെന്ന് ബ്രാൻഡുകൾ നിങ്ങളോട് പറയും, മാപ്പപേക്ഷിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് ഈ പുതിയ മാർക്കറ്റിംഗ് തന്ത്രം അത്ര പിടിച്ച മട്ടില്ല. ഉദാഹരണമായി ഒരു ബിസ്ക്കറ്റ് ബ്രാൻഡിന്റെ ക്ഷമാപണം കേൾക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് തരുന്നതിൽ മാപ്പപേക്ഷിക്കുന്നു. പ്ലാനുകളും മറ്റും വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ ബിസ്ക്കറ്റിന്റെ രുചിയുടെ മായിക ലോകത്തിൽ തന്നെ നിങ്ങൾ പെട്ടുപോയെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കിത് വേണ്ടെന്ന് വെക്കാനാവാത്ത വിധത്തിൽ ഒബ്സസ്ഡ് ആയിപ്പോയെന്ന് ഞങ്ങൾക്കറിയാം. മാപ്പ്. ഒരു ഫാഷൻ ബ്രാൻഡിന്റെ മാപ്പപേക്ഷ ദേ ഇങ്ങനെയാണ്: ഞങ്ങൾക്കറിയാം ആളുകൾ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടെന്ന്, ഇതെവിടെന്ന് വാങ്ങിച്ചുവെന്ന് നിരന്തരം നിങ്ങൾക്ക് പറയേണ്ടി വരുന്നുണ്ടെന്ന്. എന്തു ചെയ്യാം, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഇങ്ങനെയായിപ്പോയി. കാറുമായി പുറത്തു പോകുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും കൈവിശി കാണിക്കുന്നതിനുമാണ് ഒരു കാർ കമ്പനി മാപ്പ് ചോദിക്കുന്നത്. ഇത്രയൊക്കെ മാപ്പ് പറഞ്ഞിട്ടും ഈ സോറി ട്രെൻഡ് അത്ര നല്ലൊരു തന്ത്രമായി സോഷ്യൽ മീഡിയയിൽ പലരും കാണുന്നില്ല. മാത്രമല്ല ചിലരത് വളരെ ഇറിറ്റേറ്റിംഗ് ആയൊരു മാർക്കറ്റിംഗ് ആയാണ് കാണുന്നത്. നെഗറ്റീവ് എന്ന് തോന്നുന്ന തരത്തിൽ മേന്മകൾ അവതരിപ്പിക്കുന്നത് ഒന്നാമതൊരു പുതിയ ആശയമല്ല. ഈ മാർക്കറ്റിംഗ് അത്ര ക്രിയേറ്റീവ് ഒന്നുമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലരുടെ അഭിപ്രായം. ഈ പഴകിപ്പൊളിഞ്ഞ തന്ത്രവുമായി വരുന്നതിന് വേണം ആദ്യം ബ്രാൻഡുകൾ മാപ്പ് പറയാനെന്ന് ചിലർ പറയുന്നു. ചില റേസിസ്റ്റ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അബദ്ധങ്ങൾ, സമൂഹത്തിൽ നടത്തുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഇടപെടലുകൾ തുടങ്ങിയവയ്ക്ക് ഉള്ളിൽ തട്ടി ബ്രാൻഡുകൾ മാപ്പ് പറയുന്നത് സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഈ വ്യാജ മാപ്പൊന്നും നമുക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ.